ചേട്ടാ, കേരളത്തിൽ കൂവൽ നിരോധിക്കുമോ? ഈ കൂവി പ്രതിഷേധിക്കുക, കൂവി തോൽപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനി കേരളത്തിൽ നടക്കുമോ? എന്ത് തോന്നുന്നു? നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഒരു സ്ഥിരം സംവിധാനമായിരുന്നു. ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കൂവുക, എങ്കിൽ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങോട്ട് കൂവി കൊടുക്കുക പറയുമ്പോൾ ആൾക്കാർക്ക് സദസ്സിൽ പ്രസംഗിക്കുകയോ കവിത ചൊല്ലുകയോ പരിപാടി നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അത് ബോറിംഗ് ആയി തോന്നുമ്പോഴോ ഒക്കെ ഇങ്ങനെ ആളുകൾ കൂവാറുണ്ട്. ഇപ്പം ചിലപ്പോൾ ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും ഈ കൂവലുകൾ കാണാറുണ്ട്. അല്ല, ഇനി എൻ്റെ ചോദ്യം മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അങ്ങേക്ക് മനസ്സിലായി. കേരളത്തിൽ മുഖ്യമന്ത്രി പരിപാടി, താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. റോമിയോ രാജൻ എന്നൊരു യുവാവാണ് കൂവിയത്. ആയിക്കോട്ടെ, അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ശരി, അല്ല ആയിക്കോട്ടെ, അതെനിക്ക് മനസ്സിലായി. അങ്ങ് ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കൂവല വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഇന്ന് പലയിടത്തും. അതുകൊണ്ട് എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ചില പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ കൂവിയിട്ടുണ്ട്. നമ്മളും കൂവിയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ പോയിരുന്നു കൂവിയിട്ടുണ്ട്. കാരണം ഈ ചില കാര്യങ്ങൾ ഇത് സ്ഥലവും സാഹചര്യവും സമയവും ഒക്കെ അനുസരിച്ചാണല്ലോ. ഞാൻ ആദ്യത്തെ ഒരു വലിയ VIP എതിരായിട്ടുള്ളൊരു കൂവൽ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ തൊട്ടടുത്ത കോളേജ്, അത് ആലപ്പുഴ SD കോളേജിൽ, സനാതന ധർമ്മ കോളേജിലെ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് കരുണാകരൻ വന്നു. അത് ഞാൻ കോളേജ് വിദ്യാർത്ഥി കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയി കഴിഞ്ഞ ആ സമയത്തെ കാര്യമാണ്. 73 മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടാണ് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നത്. ആദ്യം അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ കുറച്ചു കാലം കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരണത്തിന് കുറച്ചു കാലത്തിന് ശേഷം, അത് വേറൊരു ചരിത്രമാണ്, അതോടെ നിൽക്കട്ടെ. ഇപ്പോൾ കൂവലിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നപ്പോൾ അന്ന് KSUക്കാരാണ് ഭരിച്ചിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. കോളേജ് യൂണിയൻ്റെ ചെയർമാനും ഒക്കെ മോഹൻലാൽ എന്നൊരാളായിരുന്നു. S മോഹൻലാൽ എന്നൊരാളായിരുന്നു കോളേജ് യൂണിയൻ ചെയർമാൻ. ഒക്കെ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. കാരണം എൻ്റെ സഹോദരനോട് പഠിക്കുന്നുണ്ട് കോളേജിൽ നിന്ന്. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയുമാണ്. പക്ഷേ അന്ന് ഇത് ഇപ്പോഴത്തെ കൂട്ട് അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ചെല്ലാം, ആർക്കും അടുത്തുള്ളവരും ഒക്കെ ഇങ്ങനെ വരും. അന്ന അവസരത്തിൽ ഈ അഴീക്കോടൻ രാഘവൻ്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തായിരുന്നു ഈ അദ്ദേഹത്തിന് ആ സമയം. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിനുശേഷം എൻ്റെ സുഹൃത്തായി മാറിയ ഒരു SFI നേതാവുണ്ട്. അന്ന് അദ്ദേഹം പ്രീ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥി മറ്റുമാണ്. അദ്ദേഹമാണ് ഇത് അവിടെ കയറിയിരുന്ന ആവേശത്തോടുകൂടി ഇങ്ങനെ ഈ കരുണാകരനെതിരെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ കൂവിയത് ഓർക്കുന്നു. അവിടെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി. ആ സംഘർഷാവസ്ഥ ഉണ്ടായതിനു ശേഷം അത് പിന്നെ ഒരു സ്ഥിര സംഭവമായിരുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ ആരെ കൊണ്ടുവന്നാലും പോവുക, കോളേജ് യൂണിയനിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എതിർപ്പ്. പക്ഷേ അന്ന് പൊതുവേ ആ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള കാലഘട്ടമാണത്. അന്ന് പൊതുവേ ഇങ്ങനെ ഈ കൂവുമ്പോൾ പോലീസ് ഇല്ല. അന്ന് ആഭ്യന്തരമന്ത്രി ആണെങ്കിലും പോലീസ് ഇടപെട്ടുവൊന്നുമില്ല. പക്ഷേ ഈ അവിടുത്തെ SFI കേസും എടുത്തില്ല. പക്ഷേ SFI പ്രവർത്തകരുമായി ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി KSUമായിട്ട്. കാരണം അവരായിരുന്നല്ലോ കോളേജ് യൂണിയൻ ഭരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പിന്നൊരിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ കഴിഞ്ഞ ശേഷം ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ കോളേജ് യൂണിയൻ്റെ ഒരു ചുമതല ഉണ്ടായിരുന്ന അവസരത്തിൽ നമ്മൾ കോളേജ് യൂണിയൻ നേരത്തെ പറഞ്ഞത് KSUക്കാർ ഭരിക്കുന്ന സമയമാണെങ്കിൽ ഇത് SFI ഭരിക്കുന്ന സമയത്താണ്. SFI കോളേജ് യൂണിയനൊക്കെ പിടിച്ചെടുത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസരത്തിലാണ്. അന്ന് നമ്മൾ വൈക്കം ചന്ദ്രശേഖരൻ നായരെയാണ് കോളേജ് യൂണിയൻ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, പത്രാധിപരായിരുന്നു, ഒരുപാട് മികച്ച പ്രസംഗകനായിരുന്നു, പ്രഭാഷണ കലയിൽ ഒരു വലിയ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ അദ്ദേഹത്തെ സ്കൂളിൽ വന്ന് ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യം കേൾക്കുന്നത്. പിന്നീട് അദ്ദേഹമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹമായിട്ട് പിന്നെ അന്ന് ഞങ്ങൾ അന്ന് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഈ ഗൗരിദാസൻ നായർ എന്ന് പറഞ്ഞ ആൾ. അന്ന് മഹാരാജാസ് കോളേജിൽ എഡിറ്ററായിരുന്നു. അപ്പോഴും ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തെ തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു വിളിക്കാൻ ചെന്ന അവസരത്തിൽ. എന്നിട്ട് അദ്ദേഹം കൂടെ സമ്മർദ്ദം ചെലുത്തി എന്തായാലും പോകണമെന്ന് പറഞ്ഞ്, അച്ഛൻ എന്തായാലും ചെല്ലണം, പോകണം എന്ന് പറഞ്ഞ കാരണം അവർ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൗരിദാസൻ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹം വന്നത്. അത് വന്നെന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനേ കഴിഞ്ഞില്ല. അത് അതിഭീകരമായ കൂവൽ
നടന്ന അദ്ദേഹത്തിന് പ്രസംഗിക്കാനേ കഴിഞ്ഞു. അദ്ദേഹത്തിന് അന്ന് കൂടിയത് KSUകാരാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു സ്ഥിര പകരം വീട്ടി അല്ല, അവിടെ പകരം വീട്ടിയതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് പൊതുവേ അന്ന് കോളേജുകളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. അങ്ങനെ ചെയ്യുന്നത്. ആര് വന്നാലും പോവുക, കുട്ടികൾ ആര് വന്നാലും പോവുക. അങ്ങനെ കോളേജുകളുടെ ഉദ്ഘാടനത്തിന് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാലമായിട്ട് കഴിഞ്ഞ ശേഷം ശരിയാണ്. പക്ഷെ പിന്നീട് ഒരു കാര്യമുണ്ട്. പിന്നീട് SFIക്കൊക്കെ ഒരു ഏതാണ്ട് സർവാധിപത്യ കോളേജുകളായി കഴിഞ്ഞതിന് ശേഷം ഇത് സംഭവിക്കില്ല. കാരണം അവരാരെയാണെങ്കിലും ഈ കൂവാൻ തുടങ്ങിയാൽ അടിക്കുക മറന്നിക്ക് ചെയ്യുന്നത് കൊണ്ട് പേടിച്ച് പിന്നെ അങ്ങനെ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളും അലങ്കോലപ്പെട്ട് വന്നു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എറണാകുളത്ത് നടന്ന ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ തുറക്കുന്നുണ്ട്. ഗംഭീരമായ സംഘടന. എല്ലാ യൂണിവേഴ്സിറ്റി യൂത്ത് അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്ന ആൾ പറഞ്ഞു അത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമായി ഈ അടി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കൂവൽ തുടർന്നുണ്ടാകുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഞാൻ കൂവലുകളെ പറ്റി പറഞ്ഞത്. ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചലച്ചിത്രോത്സവം അല്ലേ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് വെച്ചാണ് ഇന്നലെ ഈ കൂവലുണ്ടായത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അഭിഭാഷകനാണെന്ന് തോന്നുന്നില്ലേ? ഒരുപാട് വിവരങ്ങൾ അറിയില്ല. ഈ ചെറുപ്പക്കാരൻ റോമിയോ രാജൻ എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആണ് ഈ മുഖ്യമന്ത്രി വന്നപ്പോഴാണ് കൂവിയത് അല്ലേ? മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധിച്ചു പോകാൻ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നു വരുമ്പോഴേ ഇയാളെ അപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അദ്ദേഹത്തിന് ഇനിയും ഫിലിം ഫെസ്റ്റിവലിനോടോ ചലച്ചിത്രത്തോടുള്ള വിരോധമാണോ, അല്ലെ ഫിലിം ഫെസ്റ്റിവലിനോടുള്ള വിരോധമാണോ, അതോ മുഖ്യമന്ത്രിയോടുള്ള വിരോധമാണോ? മുഖ്യമന്ത്രിയോടുള്ള വിരോധമായിരിക്കാനാണ് സാധ്യത. അല്ല, എന്റെ ചോദ്യം ഇനി കറുപ്പൊടുക്കുന്നത് നിരോധിച്ചു. അതായത് മുഖ്യമന്ത്രിക്ക് കറുത്ത കൊടി, മുഖ്യമന്ത്രിക്ക് നേരെ കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കറുത്ത വസ്ത്രം ഉപയോഗിച്ച്, കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നവരെ പോലും മുഖ്യമന്ത്രി വരുന്ന ആ അവസരത്തിൽ അവിടെ നിന്നും ആ സ്ഥലത്ത് നിന്നും മാറ്റി നിർത്തുന്ന നടപടി പോലും ഉണ്ടായി. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തിയൊരു സംഭവം വലിയ വാർത്തയാണ്. അപ്പം കറുപ്പ് നിരോധിച്ചതുപോലെ ഈ കൂവലും നിരോധിക്കുമോ ഇനി കേരളത്തിൽ? അത് നമുക്ക് ഞാൻ വാച്യാർത്ഥത്തിൽ ചോദിച്ചതല്ല, കറുപ്പ് നിരോധിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായി. നമ്മളെ സംബന്ധിച്ച് നമ്മളെ പുതിയ സംവിധാനത്തിലും പുതിയ ഭരണക്രമത്തിലും പുതിയ ജനാധിപത്യത്തിലൊക്കെ നമ്മൾ വളരെ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും പൊതുവെ ഞാനതുകൊണ്ട് ഈ ഉദാഹരണം പറഞ്ഞത്, പണ്ട് കുറേ കൂടെ ഈ കൂവൽ ആരെയും കൂവി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ജനം ഈ പ്രതിഷേധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രതിഷേധങ്ങളെ ആസ്വദിച്ചിരുന്ന ഒരു ഭരണാധികാരികളുടെ ഒരു നിരയുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഒരു പരിധി വരെ അവരെ വിമർശിക്കുമ്പോൾ, ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് ശങ്കർ വിമർശിക്കുമ്പോൾ ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്നെ ഒഴിവാക്കരുത് എന്ന ജവഹർലാൽ നെഹ്റു, കാർട്ടൂൺ ശങ്കർ, അത് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളായിരുന്നവർ എന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഇത് രാജാക്കന്മാരിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയായി ഈ കളിയാക്കുന്നത് ആസ്വദിച്ചിരുന്നത്. അപ്പോൾ തമാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന, വിമർശിക്കണം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അവരെ ആസ്വദിക്കുന്നവരുണ്ട്, അതിനകത്ത് ഹാസ്യഭാവം. പക്ഷെ നമ്മളിപ്പോഴങ്ങനെയല്ല കണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി പൊതുവെ നമ്മളിപ്പോൾ അത് ഞാൻ മുഖ്യമന്ത്രിയെ മാത്രമായിട്ട് അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പൊതുവെ ഭരണാധികാരികൾക്കെതിരെ ഒരു നേരിട്ടുള്ള ഒരു വിമർശനവും അസഹിഷ്ണുതയോടുകൂടിയ ചോദ്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരാണ് പൊതുവെ ഭരണാധികാരികൾ. നമ്മൾ തീർച്ചയായിട്ടും അത് പണ്ട് ഈ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞൊരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ അച്യുതമേനൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ നമ്മളത് അത് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നത് അതിപ്പം കേന്ദ്ര ഭരണത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ സംഭവിക്കുന്നുണ്ട്? ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഒഴിവാക്കുകയാണ് പലയിടത്തും പതിവ്. ഞാൻ പറഞ്ഞു വന്നത് അതേ ഉള്ളൂ. അങ്ങനെ ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആ പത്രസമ്മേളനം അതൊരു ബ്രീഫിംഗ്, ചോദിക്കാനുള്ള അവസരം, ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. നേരിട്ട് ലൈവായ ഒരു ചോദ്യോത്തരം എന്ന് പറയുന്നത് നടക്കാത്ത ഒരവസ്ഥയിലേക്ക് ഭരണാധികാര എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു. ഭരണാധികാരികളുടെ നമുക്കറിയാം, കരുണാകരനൊക്കെ ആദ്യം സ്പീഡിൽ പോകുന്നതിനെതിരെ, കരുണാകരനാണ് കേരളത്തിൽ ആദ്യം മുഖ്യമന്ത്രി, അത്രയേറെ സ്പീഡിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രി. അതിനെ ചൊല്ലി വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, സ്പീഡ് മാത്രമല്ല, അകമ്പടി കാറുകളുടെ എണ്ണം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ ഒക്കെ നമ്മൾ അത് കണ്ടുവരുന്നു. അത് ഈ ഭരണാധികാരത്തിൽ വന്ന ഒരു പ്രത്യേകതരം മാറ്റമാണ്. ഭരണാധികാരി എന്ന് പറയുന്നത് കുറേ കൂടെ വേറെ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണെന്നും ഒക്കെയുള്ള ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ
അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതിനെതിരെയുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത് ചലച്ചിത്രോത്സവം പോലെയുള്ള ഒരു ചടങ്ങിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അത് മറ്റൊരുപാട് അതിഥികളൊക്കെ പങ്കെടുക്കുന്ന കാര്യമാണ്. അതിനകത്ത് കൂവൽ എന്ന് പറയുന്ന ഒരു നടപടിയാണോ എടുക്കേണ്ടത് എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം, ഭരണാധികാരികൾക്ക് പ്രതിഷേധങ്ങളോട് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ്. ജനം പ്രതിഷേധിക്കാൻ ഒരു അവസരമെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ അവർ ഒരു വിമർശനത്തെ അല്ലെങ്കിൽ ഒരു ആസ്വദിക്കാനും അതനുസരിച്ച് തിരുത്താനും എന്നുള്ള ഒരു മനോഭാവം വിശാലമായി കണ്ടു ഇവരെ നേരിട്ട് കാണുമ്പോഴല്ലേ വിമർശിക്കാൻ പറ്റൂ, അല്ലാതെ ഇവരെ കണ്ട് വിമർശിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അയാൾ അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് എനിക്ക് പ്രതിഷേധം ഉണ്ട്, ആ പ്രതിഷേധം രേഖപ്പെടുത്തി, അതിനെ അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അതിനെ ഇപ്പൊ കേസൊക്കെ എടുത്ത് വലിയ പുകിലാക്കിയിരിക്കുകയാണ്. എന്തായാലും അത് ഭാവിയിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്കതിന്റെ വിശദാംശങ്ങൾ അറിയാം. പൊതുവെ ഭരണാധികാരികൾക്ക് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, ഒരു മാനസികാവസ്ഥയാണ്. ജനാധിപത്യത്തിന് അത് നല്ലതല്ല, ജനാധിപത്യം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അത് നല്ലതല്ലാത്ത ഒരു പ്രവണതയാണ്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജനാധിപത്യം അതിൻ്റെ എല്ലാ ശോഭയോടും കൂടി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നിലപാട് വലിയ സങ്കടം ഉണ്ടാക്കുന്നതാണ്. ഇത് ഭരണാധികാരികൾ ചിന്തിക്കട്ടെ, ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ചിന്തിച്ച് അവർ തിരുത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.